അതായത് ആര്യാടൻ ഷൗക്കത്തിനെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടല്ല ഞങ്ങൾ കാണുന്നത്, ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ്. ഇപ്പോൾ ജനങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ വലിയ വാശിയിലാണ്. ഇപ്പോൾ ആ വാശി, ഇപ്പോൾ നിരന്തരമായി വാർത്തകൾ, ഏറ്റവും ഒടുവിൽ ഹജ്ജിന് പോയ പാണക്കാട് സെയ്ദ് സാദിഖലി ശിഹാബ് തങ്ങളെ അടക്കം വിവാദത്തിലേക്ക് വലിച്ചടിച്ച് കൊണ്ടുവരുന്ന ഒരു അജണ്ട ഇവിടെ ചില മാധ്യമങ്ങൾക്കുണ്ടോ എന്ന് സംശയിക്കത്തക്ക രീതിയിലുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾ കണ്ടു, സാധാരണഗതിയിൽ ചൊവ്വാഴ്ചയാണ്, സാധാരണഗതിയിൽ ചൊവ്വാഴ്ച പാണക്കാട് തങ്ങന്മാർ പുറത്തങ്ങനെ പ്രോഗ്രാമിന് പോകാറില്ല. ഇന്ന് ചൊവ്വാഴ്ചയായിട്ട് പോലും സാദിഖലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ, മുനവറലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ നാട്ടിലില്ലാതിരുന്നിട്ട് പോലും അബ്ബാസ് അലി തങ്ങൾ മാത്രമാണെന്ന് പാണക്കാടുള്ളത്. ഒട്ടനവധി ജനങ്ങൾ അവിടെ കാത്തു നിൽക്കുകയാണ്. ആ ചൊവ്വാഴ്ചയായിട്ട് പോലും ഇന്ന് ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്നത് ജനങ്ങളുടെ ആ വാശി പാണക്കാട് തങ്ങന്മാർ കൂടി ഏറ്റെടുത്തിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കേണ്ടത് ഞങ്ങളാണ് എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം വാർത്ത കൊടുക്കുന്നവർക്കൊക്കെ നിരാശരാകേണ്ടി വരും. 23-ാം തീയതി ഏറ്റവും വലിയ വിജയമുണ്ടാകും. ആ വിജയം ആഘോഷിക്കുന്നതിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ പങ്കായിരിക്കും മുൻപന്തിയിൽ ഉണ്ടാവുക എന്ന ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. കഥ തുടരാം.